നമ്മുടെ ടീം നാട്ടിലെത്തി. പൂരം തുടങ്ങി മക്കളെ. ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ ജൂൺ 29? ആ സായാഹ്നം ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിക്ക് മറക്കാൻ കഴിയാത്ത നിമിഷം അല്ലേ? 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലോക കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീം. 76 റണ്ണെടുത്ത വിരാട് കോഹ്ലിനെ മറക്കാൻ കഴിയും. എല്ലാ കളിയിലും ഡക്ക് ഔട്ടും 2 റണ്ണ് 6 റണ്ണിനൊക്കെ ഔട്ടായിട്ട് അവസാനം എല്ലാരും പോയപ്പോ നല്ല സമോചിതത്തോട് കൂടിയിട്ട് ആ ക്രീസിൽ നിന്ന് 76 റണ്ണെടുത്തു അല്ലേ? വല്ലാത്തൊരു കളി. അത് മറക്കാൻ കഴിയുമോ? ഇല്ല. സൂര്യകുമാറിന്റെ ആ അവസാനത്തെ നിമിഷത്തെ ആ മാജിക് ക്യാച്ച് ആർക്കെങ്കിലും മറക്കാൻ കഴിയും? ഇല്ല. വിക്കറ്റ് വേണ്ട സമയത്ത് അടിപൊളിയായിട്ട് വന്നെറിഞ്ഞ ബുംറയുടെ ആ ഓവറുകൾ മറക്കാൻ കഴിയും? ഇല്ല. ഫൈനൽ ഓവറിൽ 16 റണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ 7 റണ്ണിന് നമ്മളെ കളി ജയിപ്പിച്ച ഹർദിക് പാണ്ഡ്യയുടെ ആ മാജിക്കൽ ഓവർ മറക്കാൻ കഴിയും? ഇല്ല. എന്തിനു പറയുന്നത്, നല്ല അടിപൊളി ക്യാപ്റ്റൻസിയോടെ രോഹിത് ശർമ്മയുടെ ആ വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ആ കളി അല്ലെങ്കിൽ മറക്കാൻ കഴിയും? ആ ഓസ്ട്രേലിയക്കേറെ ആ അടിച്ച 92 റണ്ണ് അത് മറക്കാൻ കഴിയും? ഇല്ല. ഇല്ലേ? ഒന്നും മറക്കാൻ കഴിയില്ല. ചരിത്രങ്ങൾ തിരുത്തിക്കൊണ്ട് ആ കപ്പ് സ്വന്തമാക്കിയല്ലേ? കളിച്ച എല്ലാ കളിയും എന്തിനു പറയുന്ന വാമപ്പ് മാച്ച് പോലും ബംഗ്ലാദേശിനെതിരെ ജയിച്ചിട്ട് എല്ലാ കളിയും കണ്ടിന്യൂ ജയിച്ചാണ് ഈ T20 വേൾഡ് കപ്പ് ഇന്ത്യ എടുത്തത് അല്ലേ? അങ്ങ് മുംബൈയിൽ ആഘോഷങ്ങൾ തുടങ്ങി. ഇന്ത്യൻ ടീം എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുംബൈയിൽ മറവൺ ഡ്രൈവിലാണെന്ന് തോന്നുന്നു ആഘോഷങ്ങളുടെ തുടക്കം. ഇപ്പൊ തന്നെ രോഹിത് ശർമ്മയും ഋഷാഭ് പന്തും സൂര്യകുമാറും ഇന്ത്യൻ ടീമിലുള്ള എല്ലാവരും ഡാൻസ് തുടങ്ങി. അവിടെ എന്താ പറയാ, ഫാൻസിന്റെ മുമ്പിലും ആരാധകരുടെ മുമ്പിൽ കിടന്ന് കളിക്കാൻ തുടങ്ങി അല്ലേ? വല്ലാത്തൊരു നിമിഷം തന്നെ. ആ ജൂണ് 29 ആർക്കും മറക്കാൻ പറ്റില്ല. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും മറക്കാൻ കഴിയും. സത്യം അടിപൊളിയല്ലേ? അന്ന് സത്യം പറഞ്ഞാല് നമുക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിഞ്ഞൂടാ. കളി ജയിച്ചപ്പോ നമ്മളും കളിച്ച് ഡാൻസ്. പൊന്നെ മോനെ, ഒന്നും പറയണ്ട. ആ കടന്നുപോയ നിമിഷം ഉണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയായിരുന്നു. ജയിക്കുവോ ജയിക്കൂലേ? 30 പന്തിൽ 30 റണ്ണ്. വല്ലാത്തൊരു കളി തന്നെയായിരുന്നു അല്ലേ? ക്ലാസൻ ഔട്ടായി. അത് കഴിഞ്ഞപ്പം മില്ലറിന്റെ ക്യാച്ച്, ജോൺസൺ ഔട്ടായി. പിന്നെ ഒന്നുമില്ല, കളി അങ്ങോട്ട് ജയിച്ചു. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കളി ജയിച്ചില്ലേ? മറക്കാൻ കഴിയാത്ത മെമ്മറി തന്നു ഇന്ത്യൻ ടീം എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും. സംഭവം പൊളിയല്ലേ മക്കളെ? അടിപൊളി ആഘോഷങ്ങൾ തുടങ്ങി മക്കളെ.